കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ വിരലിൽ പോളിംഗ് ഓഫീസർ പുരട്ടിയ മഷി ഊർന്നിറങ്ങിയപ്പോഴാണ് മഷി പുരട്ടുന്നതിന് മാത്രം എന്തുകൊണ്ട് സാങ്കേതിക സംവിധാനങ്ങളില്ല എന്ന കാര്യം സഹദേവൻ ഓർത്തത്. വോട്ടിംഗ് മെഷീനും വോട്ടർ പട്ടികയുമെല്ലാം സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കാലത്ത് വോട്ടർമാരുടെ കയ്യിൽ മഷി പുരട്ടാനും ഒരു മെഷീൻ തയ്യാറാക്കണമെന്ന് സഹദേവൻ മനസ്സിലുറപ്പിച്ചു. അങ്ങനെ 3 മാസങ്ങൾക്ക് മുമ്പ് വ്യക്തമായ പ്ലാനും സാമഗ്രികളുമായി സഹദേവൻ മെഷീന്റെ നിർമ്മാണം ആരംഭിച്ചു. 2 ദിവസം മുമ്പ് മെഷീന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ സഫലമായത് 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു പോളിംഗ് ബൂത്തിൽ വെച്ച സാധാരണക്കാരനായ സഹദേവൻ കണ്ട സ്വപ്നത്തിനൊപ്പം ഒരു പുതുചരിത്രം കൂടിയാണ്. വർഷങ്ങളുടെ ശ്രമത്തിന് ഫലമുണ്ടായതോടെ പുത്തൻ യന്ത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് സഹദേവൻ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു MLA ഇലക്ഷൻ നടന്നിരുന്നു. അപ്പോൾ ഈ മഷിയാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഓഫീസറിൻ്റെ അടുത്ത് പോയിരുന്നു. അങ്ങനെ പല ആൾക്കാരും മഷിയാക്കി പോകുന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് സംശയം തോന്നി. അതായത് മഷി മുകളിൽ കയറ്റി നിൽക്കുക, മഷി ഒലിച്ചു പോവുക, മഷി തുടയ്ക്കാൻ തുണി കൊടുക്കുക, അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പണിപ്പെട്ട് അന്ന് തുടങ്ങി ഒരു 3 വർഷം മുമ്പ് തന്നെ എൻ്റെ മനസ്സിലൊരു ആശയം ഉണ്ടായത് എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത്. അന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി. പക്ഷേ 3 മാസം മുൻപാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കാനും മേടിക്കാനും തുടങ്ങി നമ്മൾ അതിനെ യോജിപ്പിച്ചിട്ട് പ്രാവർത്തികമാക്കിയത്. ഇതിന് പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലളിതമായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സീലിംഗ് മെഷീൻ പോലെയാണ് അതിന് ടക്ക്. അതിന് പ്രത്യേകമായിട്ടുള്ള ചില സാധനങ്ങൾ എക്സ്ട്രാ ചേർത്തിയിട്ട് അതിന് നമ്മുടേതായിട്ടുള്ള ആവശ്യാനുസരണം അതിന് ബേസ്മെൻറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അട്ടപ്പാടി പുതൂരിലെ സൊസൈറ്റിയിൽ ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന സഹദേവൻ ജോലി രാജിവെച്ചാണ് ഗവേഷണത്തിന് ഇറങ്ങിയത്. ജീവൻ കാക്കാൻ കൃഷിയും ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ഗവേഷണവും കൊണ്ടു നടക്കുകയാണ് സഹദേവൻ ഇപ്പോൾ. മഷി പുരട്ടുന്ന യന്ത്രത്തിനൊപ്പം കൂളിംഗ് ഹെൽമറ്റ്, കൂളിംഗ് കൂടാൻ തുടങ്ങി നിരവധി കണ്ടുപിടുത്തങ്ങളും സഹദേവൻ പാലക്കാട് മങ്കേരിയിലുള്ള വീട്ടിലെ പണിശാലയിൽ നാളേക്കായി ഒരുക്കിയിട്ടുണ്ട്. റിപ്പോർട്ടർ പാലക്കാട്.